ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞത് പഠിപ്പിക്കണം പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ എനിക്കറിയില്ല പുഷ്പവിചാരം തുറന്ന കാര്യം തുറന്നു പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മൾ സാറേ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ്. ഒരു ഫോട്ടോ എടുക്കും, ഞാൻ ഒരു ഫോട്ടോ എടുക്കും, രണ്ടുപേരും ഫോട്ടോ എടുക്കും. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു കാര്യം. ഗവൺമെൻറ്റിന് പണം കൊടുക്കുന്നു, അത് നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിനർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണോ? വെറുതെ 1.5 കോടി അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. എന്താ തെറ്റ്? ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ആ പടമെടുക്കാൻ അവരെ നിയോഗിക്കണം എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? അതിപ്പോൾ ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പോൾ 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും, അത് സിനിമയാണ്? ഇത് കളിയാണ്. ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല. അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവരെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ദളിത് ചെറുതാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചെറുതാക്കി എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അടൂർ പറഞ്ഞത് ദളിതരും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണമെന്ന് മാത്രമാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്നല്ല അടൂർ അന്ന് പ്രസംഗിച്ചത്. നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് ജെ.സി. ഡാനിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയതാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞത് പഠിപ്പിക്കണം പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൻസൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക. അതായത് പ്രതിഷേധ സമയത്ത് തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, വ്യക്തമായ സ്ക്രീനിങ് നടത്തിയതിനു ശേഷമാണ് ഈ പണം അനുവദിക്കുന്നത്. 4 ഘട്ട സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് സ്ത്രീകൾക്കും ദളിതർക്കും ഈ പണം അനുവദിക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ അവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസെൻറ്റീവായിട്ടുള്ളൊരു ട്രെയിൻ കൊടുക്കണമെന്ന് പറയുന്നത് അതൊരു അറിവില്ലായ്മയുടെ ഭാഗമല്ലേ? ഒരിക്കലുമല്ല. നിങ്ങൾ പറയുന്ന അറിവില്ലായ്മ. കാരണം സിനിമ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. സിനിമ എന്ന് പറയുന്നത് പ്രഭാഷണമല്ല. സാറേ, 1.5 കോടി രൂപ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് സർക്കാർ വെറുതെ അങ്ങ് കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അവരതിന് ക്വാളിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കി. ഒരു കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സഖാവ് പിണറായിയുടെ കഴിഞ്ഞ ഭരണകാലത്ത് സഖാവ് എ കെ ബാലൻ സാംസ്കാരിക ഉപമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത് തീരുമാനം ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഡിസ്കസ് ചെയ്ത വ്യക്തികൾ ഒരാൾ അടൂർ ബാലകൃഷ്ണനാണ്. അത് അടൂർ ബാലകൃഷ്ണൻ കൂടെ ചേർന്ന ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിയാതെ
ഒരു കാര്യം ഇടപെടരുത്. നിങ്ങൾ മീഡിയ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു മീഡിയയായി ഇത് വഷളാക്കിയത് ശരിക്കും പറഞ്ഞു. അവരുടെ വേദന കൂടി പറയാം. കാരണം അടൂർ ബാലകൃഷ്ണൻ ദളിതയും വനിതകളെ അവമാനിച്ചു. എവിടെ അവമാനിച്ചത്? അങ്ങനെ പറഞ്ഞു. നിങ്ങളാണ് ആദ്യം ഇതിൽ തിരികൊളുത്തത്. വളരെ തെറ്റാണ് നിങ്ങളുടെ ഈ പോക്ക്. എൻ്റെ തുറന്നു പറയുകയാണ്, വളരെ തെറ്റാണ്. പറഞ്ഞതല്ല കുഴപ്പം, റിപ്പോർട്ട് അത് റിപ്പോർട്ട് ചെയ്താൽ തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അവമാനം. നിങ്ങൾ കൂടുതൽ പറഞ്ഞോട് തർക്കിക്കണ്ട. തെറ്റായിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാത്ത അത് നിങ്ങൾ വരെ പിടിക്കുക. പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്ത് പോക്കൃത്തം കാണിക്കാൻ വിചാരിക്കുന്നത്. സാറ് ഇപ്പം പറഞ്ഞു വരുന്നത് നിലവിലുള്ള ഈ ക്രൈറ്റീരിയകൾ, അതായത് പൈസ കൊടുക്കുന്നത് അത് പോരാ എന്നാണോ? അത് അടൂർ ബാലകൃഷ്ണൻ പറഞ്ഞ ഞാനല്ല. അടൂർ ബാലകൃഷ്ണൻ പറയുന്നത് ന്യായമാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ നാവിനോട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ നാവോടെ സംസാരിക്കാൻ പറ്റും, എന്റെ മനസ്സോടെ സംസാരിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇങ്ങനെ എടുത്ത 4 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 4 പടങ്ങൾ. ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും 1.5 കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ തുറന്നു പറയും. കാരണം ഇതാരും അതവർ പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിമറി നടത്തിയോ എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആ ചിത്രം കണ്ടാൽ ഒരു 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് തോന്നുന്നില്ല. എന്നാലോ 26 പടം വെറുതെ വർത്താനം പറയല്ല. 26 പടം സ്വന്തം പൈസ കൊണ്ട് കടമങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അടൂർ ബാലകൃഷ്ണൻ. സംസ്ഥാനത്തോ 26 പടം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 26 സിനിമ നിർമ്മിച്ചവനാണ്. ഫീച്ചർ ഫിലിം 47 ഡോക്യുമെൻ്ററി നിർമ്മിച്ചവനാണ്. എനിക്കറിയാം ഒരു പടം കണ്ടാൽ എത്ര രൂപ കോസ്റ്റായിട്ടാണെന്ന്. പക്ഷെ 1.5 കോടി രൂപ വരെ 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് 4 പടത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. അതെന്തോ ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നിയില്ല. സത്യമല്ല. കാരണം ഞാനൊരു സാധാരണ വഴി നടക്കുന്ന വഴിപോക്കല്ലല്ലോ. എൻ്റെ 60ാമത്തെ കൊല്ലം സിനിമയിൽ, 60th ഇയർ സിനിമയിൽ. മന്ത്രി തന്നെ പറയുന്നുണ്ട് 4 മികച്ച പടങ്ങളാണ് എന്നുള്ളത്. ഒരിക്കലും അല്ല. മന്ത്രി വേദിയിൽ മന്ത്രി പറയും. മന്ത്രി പിന്നെ 1.5 രൂപ കൊടുത്തു പോയിട്ട് മോശമെന്ന് പറയും. അപ്പൊ താങ്കൾ ഈ ദളിതരെയും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഇൻസെന്റീവ്, ഇത്തരത്തിലുള്ള ഒരു സഹായം കൊടുക്കുന്നതിനെതിരല്ല. സഹായം തീർച്ചയായിട്ടും കൊടുക്കണം. കുറെ കൂടി 3 കോടി കൊടുക്കാം. എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് 1.5 കോടി മുടക്കി എന്നെനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ അത് പരിചയക്കുറവാണ്. അടൂർ അന്ന് ആ വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറയുന്ന ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു. അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂര് പിന്നീട് പറഞ്ഞത്. അതിനോട് എന്താണ് താങ്കൾക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അവര് ആരാണെന്ന് എനിക്ക് ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞു തരും എന്ന് പറയാം. അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വിലയാണ്. അത്രയേ ഉള്ളൂ. അത് ആളായില്ല. അപ്പം എല്ലാവരും അറിഞ്ഞില്ലേ അത് ആരാണെന്നുള്ളത്? അത് ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു പറഞ്ഞു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന്, സാർ എനിക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആരാ നിങ്ങളാരാ? അപ്പം ഞാൻ പുഷ്പവതിയാണ്. അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ്. തുറന്ന കാര്യം തുറന്ന് പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, സാറേ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ്. ഒരു ഫോട്ടോ എടുക്കും. ഞാൻ ഒരു ഫോട്ടോ എടുത്തു, 2 ഫോട്ടോ എടുത്തു. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു കാര്യം. 10-30 അല്ലാതെ ഇവരുടെ പാട്ടൊന്നും കേട്ടിട്ടില്ല. 10-30 വർഷമായി ചലച്ചിത്ര മേഖലയിലുള്ള പുഷ്പവതി എനിക്കറിയില്ല. ആ പുഷ്പവതിയെ അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളതൊക്കെ ചിന്തിച്ചോളൂ. എനിക്കറിയില്ലായിരുന്നു. സത്യമാണ്. എൻ്റെ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ നാട്ടിൽ സംഗീത അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയൊക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എനിക്ക് ചിന്തിക്കാൻ. കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷി നല്ലത്. അല്ലെ ഭരിക്കുന്ന കക്ഷി കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും. പ്രസിഡന്റ് ഒരാൾക്ക്, സെക്രട്ടറി വേറൊരാൾക്ക്.
വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക്, അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ. ഇതൊന്നും വ്യാജ ആരോപണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു സംഗീത നാടക അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത വീഴ്ചയോ അല്ലെങ്കിൽ സംഗീത പാരമ്പര്യമോ എന്നാണ് ഞാൻ പറയില്ല. ഈ അടൂരിന്റെ പരാമർശത്തിൽ പിന്നെ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമയിൽ പിന്നെ പാട്ടുകൾ മസ്റ്റല്ല. ഞാൻ പാട്ട് എഴുതുകാരനാണ്, പക്ഷേ സിനിമയിൽ പാട്ട് മസ്റ്റല്ല. സിനിമയ്ക്ക് പാട്ട് വേണമെന്നില്ല. ലോക സിനിമയിൽ പാട്ടില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ മറ്റേ അപൂർവമായിട്ട് അമേരിക്കൻ ഹോളിവുഡ് സിനിമ എങ്ങനെ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ എല്ലാ സിനിമയിലും കയറി പാട്ടുകളില്ല. അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് ചലച്ചിത്ര സിനിമയുടെ ഒരു ഭാഗമാകണം നിർബന്ധമില്ല. അതുകൊണ്ട് പിന്നെ അറുകുപാലശൊന്നും ഒരിക്കലും പാട്ട് വേണ്ട എന്ന് പറയുന്ന സിനിമ. അറുകുപാലശം ഒരു സിനിമയിലും പാടില്ല. ഈ അടൂര് ആ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഈ ചാലയിലെ തൊഴിലാളികൾ തിരക്കി വരുന്നുണ്ട്. മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് IFFKക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഒരു വിഭാഗത്തെ ആ തരത്തിൽ മോശമായി സംസാരിക്കുകയല്ലേ? അങ്ങനെയല്ല, ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല, ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവലിൽ വരുന്നുണ്ട്. അത് സത്യമാണ്, എന്തെങ്കിലും നിഷേധിക്കുന്നതിന്. കാരണം അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കരമായ ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഷമിക്കാനുള്ള ഇന്ത്യൻ സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലും ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അത്തരക്കാരുടെ വരവില്ലെന്നാണോ? കുറവാണ്. അത്ര ലൈംഗിക ദാരിദ്ര്യമുള്ളവരാണോ മലയാളികൾ? സംശയമുണ്ട്. ഒരു കാര്യം കൂടി, 4 സിനിമയും സാർ കണ്ടു എന്ന് പറയുന്നു. അതൊരു മൂല്യമില്ലാത്ത സിനിമയാണ്. മൂല്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ വായി കൊണ്ടുള്ള വാക്കുകളിടരുത്. ആദ്യം മര്യാദ സംസാരിക്കും. നിങ്ങൾ മര്യാദ പഠിക്കാതെ. ഞാൻ ഒരാളെ പറഞ്ഞത് മൂല്യമില്ലാത്ത കൊമേഴ്ഷ്യൽ മൂല്യമില്ലാത്ത. ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല. അല്ല, നിങ്ങൾ വേറൊരു പുഷ്പവതിയാവാറ്. എല്ലാവരും ഓരോ പുഷ്പവതിയാണ് സാർ. അല്ല, എല്ലാ സ്ത്രീയിലും ഓരോ പുഷ്പവതിയുണ്ട്. ഇത്തരം പുഷ്പവതി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. തുറന്നു പറയാം. ഈ താങ്കൾ എനിക്ക് സംസാരിക്കാതിരിക്കും. ഇപ്പോൾ സംസാരം നിർത്താമല്ലോ. നിങ്ങൾ ബലം പറയുമ്പോൾ എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റും. ഇവിടെ ഞാൻ സംസാരം നിർത്തുന്നു, തീർന്നില്ലേ?